ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. സൂര്യപ്രൗഢം ജ്വലനതുലിതം സ്വർണവർണം കിരീടം ചേരും രത്നപ്രഭകളുതിരും തുങ്കമാമുത്തമാംഗം ചാരുത്വത്താൽ ശശികലതൊഴും ലോലമാം ഭാരതദേശം പാരം ശിഖം ധവള നിറമാർന്നോർധ്വപുണ്ഡ പ്രകാണ്ഡം. അങ്ങനെയുള്ള ഭഗവാന്റെ പാദപത്മത്തിൽ നമസ്കരിച്ച് അവിടുത്തെ അനുമതിയോടുകൂടി നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം അല്ലേ. ഇന്നിപ്പോ കോലാസുര വധാണ് വർണ്ണിക്കാനുള്ളത്. മധുര ഭരിച്ചത് ഉഗ്രസേനനാണെങ്കിലും ബലരാമനാണ്. ഉഗ്രസേന പ്രായം ഒരുപാടായില്ലേ. അച്ഛൻ മകൻ എന്ന് പറയുന്ന കംസൻ ബന്ധനത്തിലിട്ടിട്ട് തന്നെ വർഷങ്ങൾ പറയായി. അതിനു മുമ്പേ കൊടുത്തിട്ടില്ല രാജ്യഭാരമൊന്നും. ഇപ്പോഴീ പ്രായം കൂടിയ സമയത്താണ് ഭഗവാൻ ഒന്ന് കിരീടം എടുത്ത് തലയിൽ വെച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ യൗവനത്തിലേക്ക് കടക്കേണ്ട പ്രായത്തിലാണ് ഇപ്പൊ ബലരാമൻ ഉള്ളത്. അതുകൊണ്ട് ബലരാമനാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത്. ജനങ്ങള് എല്ലാ അവരുടെ ആവലാതികളും സങ്കടങ്ങളും ബലരാമനോടാണ് പറഞ്ഞിരുന്നത്. ഈ ഉഗ്രസേനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ യുവരാജാവിന്റെ ശക്തിയിലും സാമർഥ്യത്തിലും എല്ലാവർക്കും സന്തോഷമാണ്. യുവരാജാവാണല്ലോ ബലഭദ്രസ്വാമി. ഇപ്പം അവരുടെ ദുഃഖം പടിയിറങ്ങി. അങ്ങനെ എല്ലാവർക്കും സന്തോഷത്തിന്റെ ദിവസങ്ങളായി അവിടെ. അങ്ങനെ ഇരിക്കൊരു ദിവസം ബലരാമൻ തന്റെ സുഹൃത്തുക്കളായ കുറേ യുദ്ധവീരന്മാരൊത്തിട്ട് നായാട്ടിന്, അവരുടെ ഒരു വിനോദാണല്ലോ, രാജാക്കന്മാരുടെ ഒരു വിനോദാണല്ലോ എന്താ നായാട്ട്. അങ്ങനെ നായാട്ടിന് പോവാൻ പുറപ്പെടുന്ന സമയത്ത് അതിനേക്കാളും മൃഗയാ വിനോദത്തിനേക്കാളും അവര് പ്രാധാന്യം കൊടുത്തത് വനത്തിൽ വസിക്കുന്ന സന്യാസിമാർക്ക് ഉപദ്രവം സൃഷ്ടിക്കുന്ന രാക്ഷസന്മാരെ അകറ്റുക എന്നതായിരുന്നു. അതാണ് ബലരാമന്റെ ലക്ഷ്യം. അങ്ങനെ രഥങ്ങൾ തയ്യാറായി പുറപ്പെടുവാനൊരുങ്ങിയപ്പോഴാണ് പുറത്ത് ശക്തമായ ഒരു ശബ്ദം, ഒരാരവം തന്നെ പൊന്തി വന്നത്. എന്താ ഇത്? അടിക്കടി ആരവം കുതിച്ചുയരുകയുണ്ട്, ഗംഭീരം ആയിട്ട്. എന്താണ് ബഹളത്തിന്റെ കാരണം എന്നറിയാതെ എല്ലാവരും ശ്രദ്ധിച്ചു നിന്നു. ആ സമയത്ത് പെട്ടെന്ന് ദ്വാരപാലകരായ പടയാളികൾ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മഹാനുഭാവനായ യുവരാജാവ് വിജയിക്കട്ടെ. കൗശാരവീപുരത്തെ ജനങ്ങൾ അങ്ങയെ കാണാൻ കാത്തു നിൽക്കുന്നു. അവരാണ് ഈ വന്നിട്ട് കോലാഹലം ഉണ്ടാക്കിയത് പുറത്ത്. കൗശാരവീപുരത്തെ ജനങ്ങൾ വരുവാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ദ്വാരപാലകരായ സൈനികർ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. എന്താ കാര്യം അറിയണല്ലോ. ഇപ്പൊ നല്ലൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അവര് ബലരാമന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്താണ് നിങ്ങളുടെ സങ്കടം, അത് വിശദമായി പറയോ എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പൊ ജനക്കൂട്ടത്തിൽ ഒരാൾ മുമ്പോട്ട് വന്ന് ബലരാമനെ തൊഴുതു കൊണ്ട് അറിയിച്ചു. അതിനും ഉണ്ടാവുമല്ലോ പ്രധാനി. പ്രഭു, കൗശാരവീപുരം എന്ന രാജ്യത്തെ ജനങ്ങളാണ് ഞങ്ങള്. കോലൻ എന്ന ക്രൂരനായ അസുരൻ, പേര് കേട്ടതിന് ഗംഭീരല്ല. കോലൻ, നമ്മ മെലിഞ്ഞുണങ്ങിയ പോലത്തെ ആളെയാ പറയല് കോലൻ. ഇവൻ ഈ ഗംഭീരനായ അസുരനാണ് കോലൻ. ഞങ്ങളുടെ രാജാവിനെ തോൽപ്പിച്ച് രാജ്യം കരത്തിലാക്കിയിരിക്കുന്നു. കാശിയിൽ രാജ്യഭ്രഷ്ടനെ വിളിച്ച് താമസിക്കുകയാണ് രാജാവ്. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ കൊട്ടാരം ഇടിച്ചു നിരത്തി അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം കൊന്നു. കംസന്റെ സുഹൃത്താണ് കോലൻ. അവൻ ജീവിച്ചിരിക്കുമ്പോൾ കംസൻ മരിച്ചിട്ടില്ലെന്ന് കണക്കാക്കണം. എങ്ങനെയും ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ രാജാവിനെ വീണ്ടും രാജ്യത്ത് വാഴിക്കണം പ്രഭുന്ന് അവര് സങ്കടം ഉണർത്തിച്ചു. അപ്പൊ അവരുടെ ആ രാജ്യസ്നേഹവും രാജാവിനോടുള്ള കൂറും ബലരാമന്റെ മനസ്സിൽ തട്ടി. ജനങ്ങൾ രാജാവിനെ സ്നേഹിക്കണമെങ്കിൽ അത്രയും നല്ല ഭരണമായിരിക്കണ്ടേ രാജാവിൻ്റെത്. കൗശാരവീപുരത്തെ ഭരണാധിപൻ അങ്ങനെയാണെന്ന് വ്യക്തമായി. അതിപ്പം മനസ്സിലായി ബലഭദ്രസ്വാമിക്ക്. എന്തായാലും അസുരനെ വധിക്കണം, ആ രാജാവിന് തന്നെ രാജ്യം വീണ്ടെടുത്ത് കൊടുക്കണം എന്ന് ബലഭദ്രസ്വാമി തീരുമാനിച്ചു. അപ്പൊ ഇദ്ദേഹം കുറച്ചു സമയം ഇങ്ങനെ നിശ്ചലനായി നിൽക്കുന്ന കണ്ട സമയത്ത് അവിടെ നിശബ്ദത, വേറൊന്നുമില്ല. ആ മൗനത്തിന് ഭംഗം നൽകിക്കൊണ്ട് യുവരാജാവ് തന്നെ പറയുകയുണ്ടായി. എന്താ? മൃഗയാവിനോദം പിന്നെ ആകാം, അത് നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. എല്ലാവരും
കൗശാരവീപുരത്തേക്ക് മധുരപ്പട നീങ്ങട്ടെ. ഭീരീരവം മുഴക്കി യുദ്ധ കൗശലരായി നീങ്ങുവിൻ. സമയം സ്വർണമാണ്. ഉപയോഗിക്കേണ്ടുമ്പോൾ തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ സ്വർണം. അങ്ങനെ മധുരാസൈന്യം ഉച്ചയോടെ കോലാസുരന്റെ രാജ്യത്തേക്ക് യാത്രയായി. ബലരാമൻ കയറിയ രഥം മുമ്പേ യാത്രയായി. പിന്നല്ല ആ ഇരുമ്പൊലക്കിയും ആ കലപ്പയും ഉണ്ടെങ്കിൽ പിന്നെ ആരെ ജയിക്കാൻ പറ്റാത്തത്? സൈന്യങ്ങൾക്ക് അത് അത്ഭുതമായി. സാധാരണ രാജാക്കന്മാർ ഏറ്റവും പിമ്പേ വരികയുള്ളൂ. ഇവിടെ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. പട നയിക്കുന്ന യുവരാജാവിന്റെ രഥമാണ് ആദ്യം. വളരെ വേഗം ബലരാമന്റെ സൈന്യം കോലാസുരന്റെ രാജ്യത്തെ ഉപരോധിച്ചു. പെട്ടെന്നായിരുന്നു. ഈ കോലാസുരനും കൂട്ടരും അറിഞ്ഞില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഉപരോധിക്കാൻ പറ്റി. രാജാവ് ഒപ്പം ഉണ്ടായിരുന്ന യുദ്ധം പോലും മധുരാ സൈന്യത്തിന് വിനോദമായി അനുഭവപ്പെട്ടുള്ളൂ. രാജാവില്ലേ മുമ്പിൽ ഉള്ളത്? എത്രയാ സൈന്യങ്ങൾ! 23 അക്ഷൗഹിണിപ്പട. അതിന്റെ നായകനായിട്ടും തങ്ങളുടെ പിതാവിനെ കൊന്നവനോട് പ്രതികാരം ചെയ്യുവാൻ അപ്പൂപ്പന് കഴിയാതെ പോയല്ലോന്ന്. കഷ്ടം തന്നെ. പടയെ പിരിച്ചുവിട്ട് സന്യസിക്കുകയാണ് ഇതിലും ഭേദമെന്ന് അവർ മൗനമായി വിളിച്ചു പറയുന്നത് പോലെ രാജാവിന് തോന്നി. അതല്ല പറയുന്നത്. ബലരാമന സൈന്യവും രാജ്യത്തിനകത്ത് കടന്ന വാർത്ത രാക്ഷസനെ ചൊടിപ്പിച്ചു. 10 അക്ഷൗഹിണി സൈന്യത്തോടുകൂടി പുറത്തു വന്ന കോലാസുരൻ പ്രളയമേഘം പോലെ ശോഭിച്ചു. അത്ര ഗംഭീരനാണ്. കോലെന്ന് പേരേ ഉള്ളൂ, ആള് ഗംഭീരൻ. ബലരാമൻ മുസലം കൊണ്ട് രാക്ഷസ സൈന്യത്തെ നിരോധിച്ചു. മുസലാഘാതത്താൽ രഥങ്ങളും അശ്വങ്ങളും ധാരാളം പതാതിയും നശിച്ചു. പതാതി പറഞ്ഞാൽ കാലാൾപ്പട. ശേഷിച്ച സൈന്യങ്ങൾ ഭീതിയോടെ യുദ്ധരംഗത്ത് നിന്ന് പലായനം ചെയ്യുകയും ചെയ്തു. ഈ സമയത്ത് മതജലം വർഷിക്കുന്ന ദിഗ്ഗജത്തിന് വലിപ്പമുള്ള ഒരു ആനപ്പുറത്തേറി 1,00,000 ഭാരം ഘനമുള്ള സപ്തധാതുമയമായ ഗതയും എടുത്തുകൊണ്ട് കോലാസുരൻ ബലരാമന്റെ നേരെ പാഞ്ഞെടുത്തു. അവന്റെ അലർച്ച കെടുത്തതിന് കുതിരകളെല്ലാം തുള്ളിപ്പോയി, പേടിച്ചുപോയി. അപ്പോൾ ആനകൾ ഭയന്ന് ചിഹ്നം വിളിക്കാൻ തുടങ്ങി. ബലരാമൻ ഒഴിഞ്ഞു നിന്നു. സൈന്യങ്ങൾ ഭയന്ന് മാറുകയും ചെയ്തു. ആകാശത്ത് വിമാനമേറി നിൽക്കുന്ന ദേവന്മാർ പോലും ഭയന്നു. ഇവിടിപ്പോൾ എന്താ സംഭവിക്കുക? അവർക്കൊന്നും മനസ്സിലാവുന്നില്ല ദേവന്മാർക്ക്. ആനന്ദത്തോടെ ബലരാമൻ കുതിച്ചുയർന്നു. മുസലം കൊണ്ട് മത്തഗജത്തിന്റെ മസ്തകത്തിലൊന്ന് കൊടുത്തു. കുട്ടികൾ പൂക്കുല തല്ലും പോലെ ഗജത്തിന്റെ തലച്ചോറ് ചിതറി തെറിച്ച് രക്തവും മജ്ജയും ആനാവശത്തേക്കും ചിതറി. കൊമ്പ് കുത്തി ഗജം മണ്ണിൽ പതിച്ചു. ആന വീണു. അപ്പൊ തറയിൽ ചാടുന്ന കോലാസുരന് ബലരാമൻ കൊടുത്തു ഒരടി. അടി തടഞ്ഞ അസുരൻ നിശ്ചിതമായ ഒരു ശൂലം ബലരാമന്റെ കയച്ചു. ക്ഷണത്തിൽ പാഞ്ഞു വന്ന ശൂലത്തെ പളങ്ക് പാത്രം, ഒരു കുട്ടി ഒരു പളങ്ക് പാത്രത്തെ എങ്ങനെയാ അടിച്ചു പൊട്ടിക്കുക, അത്ര ലാഘവത്തോടെ ബലരാമൻ അതും തകർത്തു. പിന്നല്ല, കോലന്റെ മൂർധാവിൽ പിന്നെയും കിട്ടിയ ഒരു പ്രഹാരം. അസുരൻ അതും തട്ടിക്കളഞ്ഞു. അത് ശക്തിമാനാണ് അസുരൻ. ബലരാമനെ മുഷ്ടി കൊണ്ട് ഇടിച്ചതിന് ശേഷം അസുരൻ മറിഞ്ഞുപോയി. ഇവർക്ക് മായായുദ്ധം ഉണ്ടല്ലോ, അതാണ്. മായായുദ്ധത്തിൽ വിദഗ്ധനായ കോലൻ ക്ഷണനേരം കൊണ്ട് അവിടെ എന്തൊക്കെയാ ചാലവും മലവും മൂത്രവും രക്തവും എന്നിവ കൊണ്ട് നിറച്ചു. യോദ്ധാക്കൾ ഭയന്ന് എല്ലാവർക്കും വൃത്തിയോടല്ലേ കൊണ്ട് നിറച്ചത്. പേടിയായി. എല്ലാവരും ഹാ ഹാ നല്ല നിലവിളി തുടങ്ങി. ബലരാമൻ അമ്പം വില്ലുമേന്തി രാക്ഷസമായ അസ്ത്രം കൊണ്ട് ഹനിച്ചു. മായ തുറന്ന രാക്ഷസൻ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് എറിഞ്ഞു വന്നു. എന്നിട്ടോ തീഷ്ണ നയനങ്ങളോട് ബലരാമൻ അസുരന്റെ നേർക്ക് പാഞ്ഞെടുത്തു. എന്ത് ചെയ്യണമെന്നറിയാതെ പരുങ്ങി നിന്ന കോലാസുരനെ ബലരാമൻ തുടിച്ചിട്ടു, നിലത്തിട്ടു. ചവിട്ടേറ്റ അസുരൻ തെറിച്ചു വീണു. ഭൂമിയിൽ അവൻ പതിച്ച സമയത്ത് പർവ്വതങ്ങൾ കുലുങ്ങി. അത്ര ഗംഭീരൻ. പെട്ടെന്ന് മുസലധാരി അവന്റെ കാൽക്കുഴക്ക് കടന്ന് പിടിച്ച് കുട്ടികൾ വടിച്ചു. ചെറുപ്പത്തിലേ ഉള്ളൊരു സ്വഭാവമാണ്. കാല് കടന്ന് പിടിച്ചിട്ട് ഇങ്ങനെ തലക്ക് മേലെ കറക്കിയിട്ടെ. അതിപ്പോഴും പ്രയോഗിച്ചു ബലഭദ്ര സ്വാമി. അപ്പോഴെന്തുണ്ടായി? സമുദ്രങ്ങളൊക്കെ നിറഞ്ഞു പതഞ്ഞു, വനതടങ്ങളൊക്കെ ഇളകി തെറിച്ചു, നദികൾ ഗതിമാറി ഒഴുകാൻ തുടങ്ങി. പേരുത്ത കറുത്ത മല മറിഞ്ഞു കിടക്കും പോലെ രാക്ഷസൻ യുദ്ധക്കളം നിറഞ്ഞു മരിച്ചു. അത്രയും ഗംഭീരൻ. ചെങ്കലിൽ പർവ്വതസാന് ചുവക്കും പോലെ രക്തത്തിൽ രാക്ഷസൻ
ചുവന്ന് കിടന്നു. രൂപം അറിയണ്ടേ, ചോപ്പ് ഇറക്കി. ദുക്കള് വിജയാഹ്ലാദം മുഴക്കുകയും ചെയ്തു. അത് പിന്നെ തന്നെയല്ലേ. ദേവകൾ ദുന്ദുഭി വർഷിച്ച് പുഷ്പവൃഷ്ടി നടത്തി. ബലരാമനെ ജനങ്ങൾ നൃത്തം ചെയ്ത് സ്വീകരിച്ചു. തങ്ങളുടെ രാജാവിനെ എതിരേൽക്കുന്നത് പോലെ അവർ ബലരാമനെയും സ്വീകരിച്ചു. നീലാഭരൻ തന്നെ കൗശാരവിപുരത്തേക്ക് ജനങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ നയിച്ചു. അത്രയും കാര്യം ചെയ്തു ആട. രാജ്യം രാജാവിന് നൽകിയ ശേഷം ബലരാമൻ ഗർഗാചാര്യനോടൊത്ത് ഗംഗാസ്നാനത്തിന് പോയി. ഇത് ഗംഗാസ്നാനം നടത്തണ്ടേ, ഈ വൃത്തികെട്ടിനെ തച്ചു പോന്നിട്ട് അങ്ങനെ പോയി. പിന്നീട് എന്താ ഉപരോധിക്കണം. ഇപ്പം കംസവധം ജരാസന്ധ മഹാരാജാവിന് ഒരു തരത്തിലും സഹിക്കുവാനായില്ല. മക്കളെ ഭർത്താവല്ലേ, മരുമകനല്ലേ. ഭക്തിയും പ്രാപ്തിയും വിധവകളായിരിക്കുന്നു. തന്റെ മക്കളെ നന്ന ചെറുപ്പത്തിൽ തന്നെ വിഭർത്തുകളാക്കിയതിന്റെ കാരണക്കാരൻ കരുമാടി ചെറുക്കനാണ്. എന്തായാലും ഓനൊന്നും കൊടുത്തിട്ട് കാര്യം. ഓന്റെ ധൈര്യാനുകൂലവും അസാമാന്യാണ്. ഇങ്ങനെയും വിചാരിച്ച് മരിക്കുവാൻ കോൽപ്പെട്ട ഒരുവൻ എന്ത് ധൈര്യപ്രവൃത്തി കാണിക്കാമല്ലോ. അങ്ങനെയാ പറഞ്ഞത്. ഓരോ നിമിഷവും വേദന നിന്ന് ജീവിക്കുന്ന പെൺമക്കളുടെ മുഖത്ത് നോക്കുവാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ജരാസന്ധന് കഴിയുന്നില്ല. വെളുപ്പും കറുപ്പും കലർന്ന പരുക്കൻ വസ്ത്രം ധരിച്ച് മുടി മുറിച്ച് വിരൂപകളായി അന്തഃപുരത്തിന്റെ ആരും കടന്നു വരാത്ത കോണില് ഒതുങ്ങിക്കഴിയുന്നവരുടെ തേങ്ങലി ഇനി അവസാനിച്ചിട്ടില്ല. അത്ര കാലായി. ഒരു നിമിഷവും രാജാവിന്റെ ശ്രവണപുടങ്ങളിൽ ഓരോ നിമിഷവും അതങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീവത്സാംഗം കനകരശനാശിഞ്ചിതം മഞ്ജുളാഹം ശ്രീമൽ സന്ധ്യാകിരണ സദൃശം വീതമാം പീതവസ്ത്രം ശ്രീസന്തുഷ്ടം തഴുകുമഴകിൻ സത്മമാം പാദപത്മം ശ്രീമത്താകും വപുഷി വിലസും ശേഷഭൂഷാ വിശേഷം. അങ്ങനെയുള്ള ഭഗവാനെ എന്നാണ് കൊല്ലണമെന്നാണ് ഇപ്പൊ എന്റെ വിചാരം. നടക്കുമോ അത്? 23 അക്ഷൗഹിണിപ്പടയുടെ നായകനായിട്ടും തങ്ങളുടെ പിതാവിനെ കൊന്നവനോട് പ്രതികാരം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് പടയെ പിരിച്ചുവിട്ടു സന്യസിക്കുകയാണ് ഇതിലും ഭേദമെന്ന് അവർ മൗനമായി വിളിച്ചു പറയുന്നത് പോലെ രാജാവിന് തോന്നി. മധുരയിൽ ഇപ്പോൾ വിഹാരം നടത്തുന്നത് കാലിച്ചെറുക്കനാണ്. കുട്ടുക്കണവനി എന്നാണിപ്പൊ പറയുന്നത്. അച്ഛാ, ഓർമ്മകൾ ഉടച്ചുകൊണ്ട് ആ ശബ്ദം ജരാസന്ധന്റെ മുമ്പിൽ വീണു. ജരാസന്ധൻ ഞെട്ടിത്തിരിഞ്ഞു. അപ്പൊ 2 മക്കളും കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടുകൊണ്ട് ചെന്താമരപ്പൂ പോലെ ചുവന്നിരുന്ന അവരുടെ മുഖം കറുത്തു പോയിരുന്നു. അത്ര സുന്ദരിമാരായിരുന്നു അവര് ഇപ്പൊ കറുത്തു. ജരാസന്ധൻ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ വേദന അച്ഛൻ മനസ്സിലാക്കുന്നുണ്ട്. മധുര എന്റെ പേരക്കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. കംസന്റെ മൂത്ത മകൻ തന്നെയാണ് മധുര ഭരിക്കേണ്ടത്. ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് കംസന് മക്കളില്ലാന്ന്. അപ്പൊ മക്കളുണ്ടെന്ന് മനസ്സിലായി. ആ ഇടയ ചെറുക്കനെ വധിച്ചു മധുര വീണ്ടെടുക്കുന്നത് വരെ എനിക്ക് സമാധാനമില്ല. മക്കളെ, നിങ്ങൾ സ്നാനം ചെയ്ത് ഭക്ഷണം കഴിച്ച് സ്വസ്ഥരായി വസിക്കുവൻ. കാലം നൽകുന്ന കഥനം മനുഷ്യന് ഒഴിവാക്കുവാൻ പറ്റുകയില്ലല്ലോ. തത്വോപദേശം എല്ലാം അനുഭവിച്ചേ മതിയാവൂ മക്കളേന്ന് പറഞ്ഞു. അങ്ങനെ മക്കളെയും ചെറുമക്കളെയും ആശ്വസിപ്പിച്ച് അന്തഃപുരത്തിലേക്ക് അയച്ചതിന് ശേഷം ജരാസന്ധൻ മധുര ഉപരോധിക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എൻ്റെ ആദ്യത്തെ യുദ്ധം, മധുരയോടുള്ള ആദ്യത്തെ യുദ്ധം. 17 പ്രാവശ്യം വരുമല്ലോ മധുരയിലേക്ക്. അതിലാദ്യത്തത്. മുഹൂർത്തം നോക്കിയിട്ട് പുറപ്പെട്ടു. ശക്തിയുള്ള ശത്രുവാണെങ്കിൽ അതിൻ്റെ ഉറവിടം അറിയുക യുദ്ധതന്ത്രമാണ്. കാലിച്ചെറുക്കനെ കൃഷ്ണന്റെയും അവന്റെ ജ്യേഷ്ഠനെ ശക്തി അവഗണിക്കാവുന്നതല്ല. അവർക്ക് നല്ല ശക്തിയിലുണ്ട്. അവരിങ്ങനെ കണ്ടോട്ടെ, അത് കാര്യാക്കണ്ട. കുവലയാവിടത്തെ വാലിൽ തൂക്കി ബാലന്മാർ വടിചുഴറ്റുമ്പോൾ അടിക്കുവാൻ കഴിയുന്നവനാണ് ആ കൃഷ്ണനെങ്കിൽ അവൻ അസാമാന്യ ബലവും യുദ്ധതന്ത്രവും അറിയാമായിരിക്കണം. അങ്ങനെയെങ്കിൽ മധുര പിടിച്ചെടുക്കുക അത്ര എളുപ്പവുമല്ല. സൈന്യബലം കൂട്ടുന്നത് നന്നാണ്. ഇങ്ങനെ ചിന്തിച്ച ജരാസന്ധൻ രാമകൃഷ്ണനോട് ശക്തി കേന്ദ്രം എന്തെന്ന് ആരാഞ്ഞറിയുവാൻ ആദ്യം ചാരന്മാരെ പറഞ്ഞിച്ചു. സൈന്യങ്ങളുടെ ശേഖരണം ആവശ്യമെന്ന് ജരാസന്ധൻ കണ്ടു. തന്റെ ബലവും പൗരുഷവും അറിയാത്തവരല്ല കൃഷ്ണനും ബലരാമനും. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മധുരേതുക്കൾക്ക് അവർ വീണ്ടെടുത്തു കൊടുത്തത്.
പെരുത്ത രക്തച്ചൊരിച്ചിലില്ലാതെ നേടിയ വിജയം മധുരയെ ആഹ്ലാദിപ്പിച്ചിരിക്കും. വലിയൊരു യുദ്ധമൊന്നും വേണ്ടി വന്നിട്ടില്ലല്ലോ എന്നല്ല, ജനം ആ കാലിച്ചെറുക്കന്റെ പിന്നിൽ ഒതുങ്ങുകയും ചെയ്തിരിക്കും. അതുകൊണ്ട് കനത്ത സൈന്യശേഖരമില്ലാതെ പോരിന് പോകുന്നത് പോഴത്തരമാണ്, ബുദ്ധിമോശമാണ്. ഇങ്ങനെ ആലോചിച്ച് ജരാസന്ധൻ എന്ത് ചെയ്തു? തന്റെ സുഹൃത്തുക്കളായ കുറെ രാജാക്കന്മാരുടെ സമീപത്തേക്ക് ദൂതന്മാരെ സന്ദേശം നൽകി അയച്ചു. ആൾക്കാരുമാണല്ലോ. കാരുഷ രാജാവായ ദന്തവക്രൻ നല്ല വൃത്തിയിട്ടിരിക്കുകയാണ്. വീര്യവാനായ ചേതി രാജാവ്, കലിംഗ രാജാവ്, ബലവാനായ പൗണ്ഡ്രകൻ, ഭീഷ്മക രാജാവ്, ഭീഷ്മക നല്ല ആളാന്നല്ലപ്പ, വില്ലാളികളിൽ മുമ്പനായ രുക്മി, ത്രികർത്താദികളായ സുശർമാവ് തുടങ്ങിയവർ സന്ദേശമനുസരിച്ച് ജരാസന്ധന്റെ ഭവനത്തിലെത്തി. കുറേ നാളും കൂടി അവർക്കൊരു കൈത്തരിപ്പ് തീർക്കണം ഈ രാജാക്കന്മാർക്ക്. അതിന് കിട്ടിയ അവസരം കളയേണ്ട അറിഞ്ഞവരെല്ലാം കൊടുത്തിക്ക് വന്നു. ചില രാജ്യങ്ങളിലേക്ക് ജരാസന്ധൻ തന്നെയാണ് എഴുന്നള്ളിയത്. നേരിട്ടിട്ട് പോയി. അത്ര ഗംഭീരന്മാരെ കൊണ്ടുവരാൻ ഗംഭീരമായിട്ട് പോണ്ടേ. അവരോട് വിശദങ്ങൾ കാര്യമായി ധരിപ്പിച്ചു. ജരാസന്ധൻ ഏവരും സഹായം വാഗ്ദാനം ചെയ്തു. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഉണ്ട്, ലക്ഷം ലക്ഷം പിന്നാലെ, ധീരതയോടെ നയിച്ചോളൂ എന്ന് പറഞ്ഞവരൊക്കെ. അങ്ങനെ എല്ലാവരും ജരാസന്ധന്റെ കൊട്ടാരത്തിലേക്ക് യുദ്ധം ചെയ്യാനുള്ള കൗതുകത്തോടുകൂടി വന്നെത്തി. ജരാസന്ധൻ എല്ലാ രാജാക്കന്മാരെ ബഹുമാനിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഒരു മീറ്റിംഗ് കൂടി. ശക്തിയും ബലവും എന്നോട് സ്നേഹവും നിറഞ്ഞ രാജാക്കന്മാരെ, നിങ്ങളെല്ലാം വിളിച്ചു വരുത്തിയതിൽ അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കാമല്ലേ? മധുരയെ കീഴടക്കിയ ഒരു ബാലനെ എതിർക്കുവാനാണോ ഞങ്ങളെയെല്ലാം ക്ഷണിച്ചു വരുത്തിയതെന്ന് ചിന്തിച്ച് മനസ്സിൽ നിസ്സാരമെന്ന് കരുതുന്നുണ്ടാവാം. എങ്കിൽ നിങ്ങൾക്ക് തെറ്റിയെന്ന് ഞാൻ ആദ്യം പറയട്ടെ. എന്റെ കാരണം, എന്റെ മരുമകനായ കംസന് ദേവേന്ദ്രൻ പോലും കപ്പം കൊടുത്തിരുന്ന കഥ പ്രശസ്തമല്ലേ? അത്രയും കേമനായിരുന്നില്ലേ എന്റെ മരുമകനായ കംസൻ? ജംഭാരിയുടെ ദംഭോളി പോലും കംസന്റെ വിരിമാറിൽ മല്ലികപ്പൂവായിരുന്നു. ആ കംസൻ വളരെ നിസ്സാരമായിട്ടാണ് ഷോഡശ കേവലം 12 വയസ്സ് പോലും തികയാത്ത മാധവൻ മുഷ്ടിപ്രഹരത്തിൽ വധിച്ചത്. തന്ത്രശാലിയും ബുദ്ധി കൗശലക്കാരനും അസാമാന്യ ധീരനുമാണ് ആ കാലിച്ചെറുക്കൻ. പേരില്ലേ കാലിച്ചെറുക്കൻ. നമുക്ക് മധുര വീണ്ടെടുത്തത് കൊണ്ട് മാത്രം പോരാ, കൃഷ്ണന്റെയും അവന്റെ ജ്യേഷ്ഠന ബലരാമന്റെയും ശിരച്ഛേദവും നടത്തണം. ചെറിയ കാര്യമല്ല, വലിയ കാര്യം കൂടിയുണ്ട്. ആ ലക്ഷ്യത്തോടെയാണ് നിങ്ങളെ വരുത്തിയത്. നിസ്സാരമെന്ന് തോന്നുന്ന പലതും സാരമാണെന്നറിയുക. ജരാസന്ധന്റെ വാക്കുകൾക്ക് രാജാക്കന്മാർ പറഞ്ഞു, പ്രഭു, അങ്ങ് എന്ത് പറഞ്ഞാലും പ്രായം തികയാത്ത മുലപ്പാലിന്റെ ഗന്ധം ചുണ്ടിൽ നിന്ന് മായാത്ത ഒരു ബാലനോട് എതിർക്കുവാനാണോ ഇത്രയും ബലത്ത ഒരുക്കങ്ങൾ അധികമായി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനാണോ ഇത്രയും വലിയ പടകൂട്ടൽ കൂട്ടിയത് എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും വന്ന സ്ഥിതിക്ക് നാളെ തന്നെ മധുരയിലേക്ക് നീങ്ങാം. കാലം ഞങ്ങൾ വന്നില്ലേ, അതുകൊണ്ട് പോവാം, അത്രേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയെന്ന് ഉറപ്പിച്ചു. എല്ലാവരും കൈയടിച്ച് വാസാക്കി. അങ്ങനെ ജരാസന്ധന്റെ ആജ്ഞയനുസരിച്ച് പടമധുരക്ക് നീങ്ങി. ജരാസന്ധനും പടയും വരുന്നവരും ഭഗവാൻ അറിഞ്ഞു. അദ്ദേഹം രാമനോട് പറഞ്ഞു, ദേവകാര്യം വേഗം നടക്കുമെന്ന് തോന്നുന്നു. ജരാസന്ധൻ സർവ്വരാജാക്കന്മാരുമൊത്ത മധുരയിലേക്ക് വരികയാണ് ജ്യേഷ്ഠ. നൃപന്മാർ അവരുടെ സൈന്യവുമായി വളയുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും പൊരുത്തി കയറിയ ഇവർ നശിക്കും, വേഗം നശിക്കും കേട്ടാ. അപ്പോ ഭൂമിയുടെ ഭാരം തീർക്കുവാൻ ഇവരെ ഒത്തു കിട്ടിയിരിക്കുകയാണ് നമുക്കൊരു കളി കളിക്കണ്ടേ? ഈ മഹാമന്നന്മാരുടെ മഹാസൈന്യങ്ങൾ മൂലം വല്ലാതെ പീഡയേറ്റവളാണല്ലോ ഭൂമിദേവി. ബലപ്പെട്ട രാഷ്ട്രങ്ങൾ ഭാരം താങ്ങി സത്യം മങ്ങി ക്രൂരത തിളങ്ങി നിൽക്കുകയാണ് ഇപ്പൊ ഈ ഭൂമി. ഇന്നുള്ളത് പോലെ തന്നെ. ഇന്നുള്ള ഭൂമിദേവി എങ്ങനെ വെച്ചാൽ അതുപോലെയായിരുന്നു ഇപ്പൊ ഇവർ പറയുന്ന ഈ സമയത്ത് ഉണ്ടായ ഭൂമിദേവി. അല്പകാലം കൊണ്ട് ഈ ധരാതലം വിജനമായി ഭവിക്കുവാൻ പോകുന്നു. ഇങ്ങനെ പറഞ്ഞു മാധവൻ കൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ കയറി അകലേക്ക് നോക്കി. കാലം കടന്നു നിൽക്കുന്ന കേശവന്റെ കണ്ണുകൾക്ക് ശത്രുനിര കാണുവാനാണോ പ്രയാസം? ഭഗവാൻ കണ്ടു, അത്രയും ദൂരത്തേക്ക് ഈ പടയുടെ കൊടി കണ്ടു. ഏറ്റവും മുമ്പേ ചലിക്കുന്ന മേരുപർവ്വതം പോലുള്ള തേരിൽ
എഴുന്നള്ളുന്നത് ജരാസന്ധൻ തന്നെ. എഴുന്നള്ളത്ത് വനത തമ്പുരാനോ. ക്രോധരക്താക്ഷനായി നരാധിപ സഹസ്രങ്ങളാൽ അനുഗതനായി നീണ്ടുയർന്ന അശ്വങ്ങളെ പായിച്ച് ജരാസന്ധനെത്തുന്നു. രക്തമയമായ പൊന്നിൻചങ്ങലാണ് ജ്ഞാനക്കൂട്ടങ്ങൾ കാർമേഘ തുല്യങ്ങളായി കുതിക്കുകയാണ്. വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ. മൂക്കിൽ ഉൽപ്പതിക്കുന്ന ഉരകങ്ങളെപ്പോലെ കാലാൾപ്പട വാളും പരിചയമായി ചാടി വരുന്നു. അസംഖ്യം തേരുകൾ പൊടി പറത്തി പൊടി ഇളക്കിയെത്തുന്നു. ഈ ചെറിയ രണ്ട് കുട്ടികളോട് യുദ്ധത്തിന്. അല്പനിമിഷം കൊണ്ട് മധുര ജരാസന്ധ സൈന്യങ്ങൾ തിന്നു തീർക്കും. അത്ര വിശപ്പോടെയാണ് അവർ പാഞ്ഞു വരുന്നത്. വിശപ്പലോടുണ്ടാകുമ്പോൾ തിന്നാന്ന് ഭക്ഷണം നോക്കൂലല്ലോ. ആർത്തിയോടെല്ലാം വാരി വലിച്ച് തിന്നൂല. അതുമാതിരി കാറ്റിലെ കാറ് പോലെ എത്തുന്ന തെരുകൾ മധുരാ നഗരത്തിന് പുറത്ത് നിരന്നു കഴിഞ്ഞു. വർഷകാലത്ത് ആഴിയിലെത്തുന്ന മേഘപ്പരപ്പില്ലേ, അതുപോലെ പടയോടുകൂടിയ രാജാക്കന്മാർ പുരിയുടെ ചുറ്റും വളഞ്ഞു കൂടാരമടിച്ച് പാർപ്പ് തുടങ്ങി. ഒരു ശംഖനാദം കേൾക്കുമ്പം തുള്ളിക്കൊള്ളണം. ഇതാണ് മേഘനിസ്വനങ്ങൾ മുഴക്കുന്ന തേരുകള്, ഗർജിക്കുന്ന മത്തഗജങ്ങള്, ക്ലേഷിക്കുന്ന അശ്വങ്ങള്, ആർക്കുന്ന കാലാളുകൾ, ഇവ കൊണ്ട് ദിക്കുകൾ മുഴങ്ങുന്ന 20 അക്ഷോഹിണിപ്പടയോടുകൂടി വന്നെത്തിയ ജരാസന്ധനെ കണ്ട മധുരാ നിവാസികൾ കിടുകിടാ വിറച്ചു. ആദില പോലെ. അവർ ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. മധുര രക്തം കൊണ്ട് ചുവക്കുവാൻ പോകുന്നു. ഇനി എന്തും അനുഭവിക്കുക മാത്രമാണ് ഗതി. ബാലനായ കൃഷ്ണനെ കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയും? അങ്ങനെ രാത്രി കഴിഞ്ഞു. ഉഗ്രസേന മഹാരാജാവ് ശ്രീകൃഷ്ണനെയും ബലരാമനെയും അന്വേഷിച്ച് സൈന്യങ്ങളെ വിട്ടു. അവർ എവിടെ എന്നറിയുകയില്ലെന്ന് പറഞ്ഞ് സൈന്യങ്ങൾ തിരിച്ചെത്തി. യാദവപ്പടയും അങ്ങനെ ഒരുങ്ങി. ശ്രീകൃഷ്ണൻ ബലരാമനും യുദ്ധമുഖത്തെത്തി. ഇന്ദ്രനീല തടാകത്തിൽ വിളങ്ങുന്ന ഭാനുബിംബം പോലെ. അയ്യോ! കേശവൻ തിളങ്ങി. കേശവൻ ഒരു നിമിഷം ധ്യാനിച്ചു. ദീപ്തമായ ഒരു തേര് മേഘങ്ങൾ പിളർന്നു മഞ്ഞിലമരും പോലെ മാധവന്റെ മുമ്പിലെത്തി. അതിനാണ് ഇപ്പൊ ധ്യാനിച്ചത്. എല്ലാവിധ ആയുധങ്ങളും ആ തേരിലുണ്ടായിരുന്നു. ആദ്യം തന്നെ രാമൻ ലലാമം പോലുള്ള ഫലം എടുത്തു. സർപ്പരൂപവും, സർപ്പത്തിന്റെ രൂപം, അതുപോലത്തെ ഗതി. അങ്ങനെ മാല ധരിച്ച ഹലായുധം രാമന്റെ വലത് കരത്തിൽ ശോഭിച്ചു. ഒരു കയ്യില് ഹലായുധം. മുസലോത്തമമായ സൗനന്ദം യുഗശ്രേഷ്ഠനായ ബലരാമൻ ഇടത് കരത്തിൽ ഏന്തി. അതിന്റെ പേര് സൗനന്ദം എന്നായിരുന്നു. മുസലത്തിന്റെ പേര് കലപ്പ. വീര്യവും ശൗര്യവും ഇണങ്ങിയ ശാർഗധനുസ് ശ്യാമളവർണ്ണം സ്വീകരിച്ചു. ശാർഗം. ദേവകാര്യാർത്ഥം ദാമോദരൻ കൗമോദകി എന്ന പേരുള്ള കുന്തരസത്തോടെ എടുത്തു. കൗമോദകി ഗത. ശസ്ത്രം കൈക്കൊണ്ട ആ വീരന്മാർ യുദ്ധമുഖത്തെ കടുത്തു. രാത്രിയുടെ 2-ാം യാമത്തിൽ മധുരാ നഗരം ആക്രമിക്കണമെന്നാണ് തീരുമാനിച്ചത് ജരാസന്ധന്റെ സുഹൃത്തുക്കള്. അവരങ്ങനെ ആയുധങ്ങൾ ധരിച്ച് പടച്ചട്ടയിൽ അണിഞ്ഞ് തയ്യാറായി നിന്നു. അർദ്ധരാത്രിക്ക് തുടങ്ങാൻ വേണ്ടി യുദ്ധം. കള്ളന്മാര്. ചക്രവാകത്തിന്റെ സ്വരത്തിൽ നിന്നും യാമമറിഞ്ഞ ധീരന്മാർ മധുരാ നഗരത്തിലേക്ക് തള്ളിക്കയറുവാൻ തുടങ്ങി. രാമൻ ഹലമെടുത്ത് സർപ്പേന്ദ്രനെ പോലെ ചൊടിച്ചു അടരിൽ അന്തക തുല്യനായി ശത്രുനിരയിലേക്ക് പാഞ്ഞു കയറി. പിന്നല്ല ആരാനാള്. കാർമേഘത്തിൽ മിന്നൽ മിന്നി എറിഞ്ഞു കയറും പോലെ ഹലം രാജാക്കന്മാരുടെയും പടജനങ്ങളുടെയും തൊടുമാറിലൂടെ ഇട്ടത്തട്ടവില്ലാതെ ടക കുന്നുപോലെ കുന്നി വരുന്ന ഗജശ്രേഷ്ഠന്മാർ ഹലായുധ പ്രഹരത്താൽ കുടൽമാലകൾ ചാടി അടർക്കളത്തിൽ അലറിപ്പാഞ്ഞ് മരണവെപ്രാളത്തോടെ പിന്തിരിഞ്ഞോടുന്ന ആനകളുടെ ചവിട്ടേറ്റ് ജരാസന്ധന്റെ പട ആനകളെ കൊണ്ടുതന്നെ അവരെ പട ആനവില ചെയ്തക്കാട് പോലെ അലങ്കോലമായി. പോരെ. രാമന്റെ തള്ളിക്കയറ്റം കൊണ്ട് ക്ഷത്രിയന്മാരും പിൻവാങ്ങി. കാട്ടുതീ അടുക്കുമ്പോൾ പിന്തിരിഞ്ഞോടുന്ന പ്രാണികളെപ്പോലെ സൈന്യങ്ങൾ ആയുധവും അമ്പരവും കളഞ്ഞോടി. വസ്ത്രവും കൂടി വേണ്ട, ആയുധവും വേണ്ട, വസ്ത്രവും വേണ്ട. വെൺകൊറ്റക്കുടയെയും അൻപുറ്റവരെയും ഉപേക്ഷിച്ച് വൻപുറ്റ രാജാക്കന്മാർ മണ്ടി
അവരുടെ ഓട്ടം കണ്ട് ജരാസന്ധൻ പറഞ്ഞു, കഷ്ടം തന്നെ, നിങ്ങൾ ക്ഷത്രിയരാണോ, എന്തേ ഇങ്ങനെ പിന്തിരിയുവാൻ? ഹലായുധന്റെ ശക്തി കണ്ട് മണ്ടിയാൽ കൃഷ്ണനോട് എതിർക്കുവാൻ നിങ്ങൾ മുതിരുക പോലുമില്ലല്ലോ. സ്വശക്തി അറിഞ്ഞു പൊരുതുവെന്നറിഞ്ഞു. അവർ വീണ്ടും ഒന്നിച്ചു. മധുരയുടെ ഉപരോധം ശക്തമായി. യാദവപ്പടയുമായി പൊരിഞ്ഞ പോര് തന്നെ നടന്നു. കേശവൻ ഗരുഡധ്വജമായ തേരിൽ കയറി ജരാസന്ധൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. പോട്ടെ, അങ്ങനെ ആ ഭാഗത്ത് വെച്ചിട്ട് നാളെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളായ യുദ്ധ കോലാഹലമൊക്കെ നമുക്ക് കുറച്ച് ഗംഭീരപ്പെട്ട യുദ്ധമാണല്ലോ. ജരാസന്ധൻ എന്ന് പറഞ്ഞ ആരാ ആള്? ഇനിയിപ്പോൾ തലയും കുലിച്ചിട്ട് പോകും മക്കളടുത്തേക്ക്. അതൊക്കെ നമുക്ക് നാളെ പറയാം. ഇന്നിപ്പം നമുക്കെല്ലാം ആ പൊന്ന പാദപത്മങ്ങളെ സമർപ്പിച്ച് എന്താ ശംഖം ചക്രം ഗദയുമുദയാ പങ്കജം തുംഗശോഭം തങ്കും പങ്കേരുഹമൃദുലമാം ചാരുതൃക്കൈകളാലും പങ്കം ശങ്കാരഹിതമകലാൻ വൈഷ്ണവം രൂപമേവം സങ്കൽപ്പത്തിനധികമധുരം ധ്യായതാം രാജമൗലേ. ശ്രീഹരേ നമഃ.